സ്തോത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയതും സൂര്യഭഗവാനെക്കുറിച്ചുള്ളതിൽ ഏറ്റവും പ്രസിദ്ധമായതുമായ ഒരു സ്തോത്രമാണ് ആദിത്യഹൃദയം. കശ്യപ പ്രജാപതിക്ക് അതിഥിയിൽ ജനിച്ച പുത്രനാകുന്നു സൂര്യനാരായണൻ. അതിഥിയുടെ പുത്രനായതിനാൽ ആദിത്യൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രപഞ്ച നിലനിൽപ്പിൻ്റെ ഉറവിടമായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളുടെ കേന്ദ്രസ്ഥാനീയനും നായകനുമാണ്. ഊർജകേന്ദ്രവും ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തവുമായിരിക്കുന്ന സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ എരിച്ചു കളയുവാനുള്ള ആത്മവീര്യം സ്വമേധയാ വർദ്ധിക്കും. എന്നുവച്ചാൽ ആത്മബലം തന്നെയാണ് സൂര്യദേവന്റെ ആരാധനയിലൂടെ ലഭിക്കുന്ന ഏറ്റവും പ്രധാന നേട്ടം. ആത്മബലത്തിന്റെ പ്രകടമായ ഭാവങ്ങൾ ധൈര്യം, സ്ഥിരത, നിർഭയത്വം, വിവേചന സാമർഥ്യം, ഒടുങ്ങാത്ത ആത്മവിശ്വാസം, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള അസാമാന്യമായ കഴിവ് ഇവയൊക്കെയാണ്. ആദിത്യദേവനെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധവും ശക്തിയേറിയതുമായ മന്ത്രമാണ് ആധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ആദിത്യഹൃദയം. വാൽമീകി മഹർഷിയാണ് ഈ സ്തോത്രത്തിന് ആദിത്യഹൃദയം എന്ന പേര് നൽകിയത്. രാമരാവണ യുദ്ധസമയത്ത് അവതാരപുരുഷനായ ശ്രീരാമദേവൻ രാവണന്റെ പരാക്രമണ മികവിൽ ചിന്താധീനനായി യുദ്ധഭൂമിയിൽ അല്പനേരം തളർന്നിരുന്നു. ഈ സമയത്ത് ദേവന്മാരോടൊപ്പം യുദ്ധം കണ്ടുകൊണ്ടിരുന്ന അഗസ്ത്യമുനി ശത്രുക്ഷയം വരുത്തുന്നതിന് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുവാൻ ഉപദേശിക്കുകയും തുടർന്ന് ശ്രീരാമദേവൻ യഥാവിധി ജപിച്ച ശേഷം യുദ്ധത്തിനിറങ്ങി രാവണനെ വധിക്കുകയും ചെയ്തു. മനസ്സിന്റെ ചാഞ്ചല്യം അകറ്റി ആത്മവിശ്വാസവും ഊർജവും നൽകുന്ന ഒന്നാണ് ആദിത്യഹൃദയ മന്ത്രം. തേജസ്സേറിയ രശ്മികളോട് കൂടിയവനും ഉജ്ജ്വലനും പ്രപഞ്ചനാഥനുമായ ഭാസ്കരനെ ഭജിക്കയാൽ സർവപാപമോചനം തന്നെ പ്രാപ്യം. രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞ് 12 തവണ ഭക്തിയോടെ ജപിക്കുന്നത് സൂര്യപ്രീതികരമാകുന്നു. ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സൂര്യഭജനം ഉത്തമമാണത്രേ. ദിവസേന 1 തവണയെങ്കിലും ജപിക്കുകയാണെങ്കിൽ അജ്ഞതയും വിഷാദവും അലസതയും അകന്ന് ഹൃദയശുദ്ധി കൈവരും. ജീവിതത്തിൽ നിത്യവിജയിയാകുവാൻ മാതാപിതാക്കൾ കുട്ടികളെ ആദിത്യഹൃദയ മന്ത്രം ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം. ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ കിട്ടുമെന്നാണ് സ്തോത്രത്തിന്റെ ഫലശ്രുതി. അസ്തമയശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ, ആദിത്യഹൃദയം എന്നിവ ജപിക്കുവാൻ പാടുള്ളതല്ല.